പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട് കമ്പം തേനി വഴി പോയപ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്പത്ത് നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്റർ, അതായത് ഹൈവേയിൽ നിന്നും ഉള്ളിലോട്ട് യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു മാവിൻ തോട്ടത്തിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഈ തോട്ടത്തിൻ്റെ കാവൽ ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. കാവൽ മാത്രമല്ല, അത്യാവശ്യം പരിപാലനങ്ങളും ഇദ്ദേഹം നടത്തും. ഇദ്ദേഹത്തിന് കൂട്ടായി 4 നായ്ക്കളുണ്ട്. ഈ 4 നായ്ക്കളും ഇദ്ദേഹം കൂടിയാണ് 75 ഏക്കറുള്ള ഈ വലിയൊരു തോട്ടം കാത്തു സൂക്ഷിക്കുന്നത്. ഒരാൾ പോയില്ലേ, തിരിച്ചു വരണം. വീട് തിരിച്ചു വന്നിട്ട് എല്ലാം കൊണ്ടുപോകും. സാധാരണ ഒരു യാത്രാ വീഡിയോകളുടെ അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗുകളുടെ ഭംഗിയൊന്നും ഈ വീഡിയോയ്ക്ക് ഉണ്ടാകണമെന്നില്ല. ഞാൻ കണ്ട കുറച്ച് കാഴ്ചകൾ, എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അവർ താമസിക്കുന്ന ഷെഡെന്നോ കുടിലെന്നോ ഒക്കെ പറയാം. അതിൻ്റെ ഉൾവശമാണ്. അത്യാവശ്യം ഒരാൾക്ക് താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഒരു കട്ടിലുണ്ട്, അടുപ്പുണ്ട്, പിന്നെ വെച്ച് കഴിക്കാനുള്ള വിറക്, മറ്റു കാര്യങ്ങളൊക്കെ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടും. ഈ ഏരിയയിലെ ഏറ്റവും ചെറിയ തോട്ടമെന്നാണ് ഈ തോട്ടത്തെക്കുറിച്ച് അതിൻ്റെ കാവൽക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ചുമതലക്കാരൻ പറഞ്ഞത്. പക്ഷേ ഈ തോട്ടത്തിൻ്റെ വലിപ്പം തന്നെ ഏകദേശം 75 ഏക്കറാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് അറിയാലോ. അപ്പോൾ ഇതിന് മുകളിലാണ് തൊട്ടടുത്തുള്ള തോട്ടങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ നായയുടെ പേര് മണി എന്നാണ്. മണി തുടക്കത്തിൽ നമ്മോട് അല്പം കുറുമ്പ് കാണിച്ചെങ്കിലും മെല്ലെ മെല്ലെ നമ്മളുമായിട്ട് ഇണങ്ങി. സാധാ നാടൻ നായയാണിത്. ഞാൻ തോട്ടം ഒന്ന് ചുറ്റിക്കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ തന്നെ നമ്മളെ തോട്ടത്തിനകത്തേക്ക് ക്ഷണിച്ചു. വിവിധ തരങ്ങളായിട്ടുള്ള മരങ്ങളുണ്ട്, അതായത് മാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പല വെറൈറ്റീസുള്ള മാവുകളുണ്ട്. ഈ മാവുകളൊക്കെ സർക്കാർ തന്നെ കൊടുത്ത തൈകളാണ്, അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച് നട്ട തൈകളൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ വിളവെടുപ്പ് സീസൺ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും ഇടയിൽ ഏതെങ്കിലും ഒരു മാവിൽ കായ്കൾ ഉണ്ടാവാം എന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ഞങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായിട്ടും മലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ ആന, പുലി, കടുവ തുടങ്ങിയവയുടെ ശല്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പന്നിയും, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പന്നിയും. ഇവിടെ ഈ മാവിന് പുറമെ മറ്റൊരു സാധനം കൂടിയുണ്ട്. നമ്മൾ ഈ പൂള എന്നൊക്കെ നാട്ടിൻപുറത്ത് പറയും. നിങ്ങളുടെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ പണ്ട് കിടക്കയൊക്കെ പഞ്ഞി നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പൂള. ആ പൂളയുടെ വലിയൊരു തോട്ടം പോലെയല്ല, സൈഡിലൊക്കെ പൂളയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് വലിയ മാർക്കറ്റില്ല. അപ്പോൾ അതിനിപ്പോൾ കുറേ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും മറ്റുമൊക്കെ വന്നതുകൊണ്ട്, ബെഡുകളും പുറത്തുനിന്ന് വരുന്നതുകൊണ്ട് ഇതിന് വലിയ മാർക്കറ്റില്ല. അതുകൊണ്ട് അത് അങ്ങനെ അത് കൃഷി ചെയ്തെടുക്കുക അല്ലെങ്കിൽ വിളവ് എടുക്കുകയൊന്നും ചെയ്തില്ല. അതെങ്ങനെ കാഴ്ച പോകും, വെറുതെ വേസ്റ്റായി പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇതെന്നാ വെറൈറ്റി? ഇതെന്നാ വെറൈറ്റി അറിയുമോ? കാസ. ആന വരുமா? ஆனை வருமா? அம்மா, இந்த ரோட்டு வழியே கம்ப வரையில போயிருக்கு. எப்போ கம்ப வரை போயிருக்கு ரோட்டு வழியே ஆனை. ഇവർക്ക് ഭക്ഷണം വയ്ക്കാനും മറ്റുമൊക്കെ സാധനങ്ങൾ മുതലാളി, അതായത് ഈ തോട്ടത്തിൻ്റെ ഓണർ, സാധനങ്ങൾ ഇവിടെ കൊണ്ടെത്തിക്കും. ഇവരത് പാചകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക. ഇതിനകത്ത് തന്നെ ഇവർ കിടന്നുറങ്ങുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. കമ്പം വഴി പോയപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും മാത്രമാണ് ചെയ്തത്. വലിയൊരു ട്രാവൽ ബ്ലോഗിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടൊന്നും അല്ല നമ്മളിത് ചിത്രീകരിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ ചിത്രീകരിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിർദ്ദേശം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ വില്ലേജ് സഫാരി എന്ന ചാനലിലൂടെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അറിയിക്കാൻ ശ്രമിക്കണം. ഓക്കെ.